this is Cock. Lovely. Lovely. One love. ഈ സിനിമയുടെ റൈറ്റർ ഡയറക്ടർ ദിലീഷ് കരുണാകരൻ. അദ്ദേഹം സംവിധാനം ചെയ്ത ഠമാർ പഠാർ. പേര് ഠമാർ പഠാർ എന്നാണെങ്കിലും വൺ ഓഫ് ദ ഫൈനസ്റ്റ് പൊളിറ്റിക്കൽ സൈറ്റേഴ്സാണ് ഇൻ മലയാളം. അദ്ദേഹം അതുപോലെ തന്നെ ശ്യാം പുഷ്കറിൻ്റെ കോ റൈറ്ററാണ്. ഗംഭീര സിനിമകൾ എഴുതിയിട്ടുള്ള ആളാണ്. ഈ സിനിമ ലവ്ലി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ശരണയും ഡോക്ടർ അമർ രാമചന്ദ്രനും ചേർന്നിട്ടാണ്. സിനിമയുടെ ക്രൂ എന്ന് പറയുന്നത് അന്യായ ക്രൂ ആണ്. DOP ആഷിഖ് അബു, അദ്ദേഹത്തിൻ്റെ ടീമാണ് ഇദ്ദേഹം, ഈ ദിലീഷ് കരുണാകരൻ. DOP ആഷിഖ് അബു. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയും അതുപോലെ തന്നെ ബിജിപാലും ചേർന്നിട്ട്. കിരൺ ദാസ് എഡിറ്റർ. കാലെ കിങ്സൺ ആക്ഷൻ കൊറിയോഗ്രാഫി. മാത്യൂസിൻ്റെ ഒക്കെ അടി കാണണം. കഥാനായകൻ മാത്യൂസിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഡോണിയുടെ പണി പുല്ലുവെട്ടൽ. ഇനിയിപ്പോൾ ഡോണി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോണി പുല്ലില്ലാതെയും പുല്ലുവെട്ട്. അദ്ദേഹം കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവ്. അങ്ങനെ നാട്ടിൽ കുറച്ച് പിള്ളേരായിട്ട് ഫ്രണ്ട്സായിട്ട് വെള്ളമടി, സിഗരറ്റ് വലി, ബൈക്കിൽ കറക്കം, പിന്നെ റിച്ച് ഫാമിലിയൊക്കെയാണ് വീട്ടുകാരൊക്കെ. അങ്ങനെ ഒരു സെറ്റപ്പ്. അതാണ് നമ്മുടെ മാത്യു തോമസ് ചെയ്യുന്ന ഡോണി. ഇങ്ങനെ ആരംഭിച്ച സിനിമ പെട്ടെന്ന് ഫുള്ള് ഫാമിലി കുട്ടികളൊക്കെയാണ്. സൺഡേ ആണ്, 3D ആണ്. ഈച്ചയുണ്ട്, മാത്യൂസ് ഉണ്ട്. അപ്പോൾ മാത്യൂസിൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്യൂസിൻ്റെ പേരൊക്കെ കുട്ടികൾ ഇങ്ങനെ വിളിച്ച് പറയുന്നായിരുന്നു തിയേറ്ററിനകത്ത്. അപ്പോൾ ഇങ്ങനെ ആരംഭിച്ച സിനിമയിലേക്ക് പെട്ടെന്ന് നമ്മുടെ പ്രശാന്ത് മുരളിയുടെ ഒരു കുളിസീൻ വരുവാണ്. അപ്പോഴെന്തോ തമാശയാണെന്ന് വിചാരിച്ച്. അപ്പോഴേ കാണാം അപ്പുറത്ത് ഒരു യുവതി, അശ്വതി മനോഹരൻ ചെയ്ത കഥാപാത്രം. അപ്പോഴേ ഞാൻ വിചാരിച്ചത് എന്തോ കോമഡി അല്ലെങ്കിൽ സർക്കാസം അല്ലെങ്കിൽ സ്പൂഫ് അല്ലെങ്കിൽ എന്തെങ്കിലും വട്ട് അങ്ങനെ ആയിരിക്കും വിചാരിച്ച്. പിന്നെ നോക്കുമ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2000-ലൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന ഷക്കീല കാലഘട്ടങ്ങളിലെ ഈ ഏപ്പടങ്ങളില്ലേ, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലെല്ലാം കാണുന്ന B ഗ്രേഡ് പടങ്ങളെ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള കമ്പി സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലേട്ടിങ്, അഭിഹിതം, വീട്ടിൽ വിളിച്ച് കയറ്റൽ, ഇങ്ങനെ ഇത് സീൻസ് കാണിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ക്രിഞ്ച് അവസ്ഥ ആലോചിച്ച് നോക്കണേ. അത് ഈ പടത്തിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം സീൻസ് ഒരു കഥാകൃത്തിൻ്റെ ഡയറക്ടറുടെ അവകാശമാണ്, അവിടെ ക്രിയേറ്റീവ് ഫ്രീഡമാണ്. പക്ഷേ അത്തരം സീനുകൾ ഇതിൽ കുത്തിക്കയറ്റിയിട്ട് അവർ തമ്മിൽ, ഈ കഥാപാത്രങ്ങൾ തമ്മിൽ യാതൊരു ഇമോഷണൽ കണക്ഷനില്ല. കള്ളവെടി അത് മാത്രം. അപ്പോൾ അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. അപ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ലേറ്റർ ഭാഗത്തേക്ക് ആ സിനിമയെ ലീഡ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ ഒന്നുമില്ല. ചുമ്മാ ഒരു സിനിമയ്ക്കകത്ത് ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 കഥാപാത്രങ്ങളും അവരുടെ ഇത്തരത്തിലുള്ള സംസാരങ്ങളും, അതായത് ഭയങ്കര അരോചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയായിട്ട് ഒട്ടും ഫിറ്റാവാത്ത, ഈ സിനിമയുടെ എന്താ പറയുക ട്രെയിലറായിട്ടോ ഈ സിനിമ കാണാൻ പോയ ആളുകളുടെ ഒരു മനോനിലയായിട്ട് ഒത്തുപോകാത്ത രീതിയിൽ അതെനിക്ക് ഇൻ്റർവെല്ലിന് വ്യക്തമായി മനസ്സിലായി. കാരണം കുട്ടികളെ കൊണ്ടുവന്ന ആളുകൾ ആകെ നായിപ്പോയി. കാരണം അതുപോലത്തെ പരിപാടിയാണ്. നിങ്ങൾക്ക് ഇതിനിപ്പോൾ കുട്ടികൾക്കാൻ എൻ്റെ സിനിമ ഞാൻ പരവേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുവാണെങ്കിൽ നിങ്ങൾ കുട്ടികളെയും കൂട്ടി പോവുക. എന്നിട്ട് നിങ്ങളിതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒന്ന് കാണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പരിപാടി. അങ്ങനെ ഇവർ 2 പേരുള്ള കുറേ സീൻസ്, അത് ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ന്യൂഡിറ്റി അങ്ങനെ കാണിക്കുന്നില്ല. ഇത് ക്രിഞ്ച് അടിപ്പിക്കുന്ന ഡയലോഗ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലേട്ടിങ്ങും. അത് ആദ്യം തമാശ എന്ന് വെച്ചാൽ നോക്കുമ്പോൾ കളി വളരെ സീരിയസാണ്, കാര്യമായ കളിയാണ് പരിപാടി. അങ്ങനെ പോകുന്നു. പിന്നെ ഓഫീസിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ലോജിക്കില്ല, ഒരു മര്യാദ ഇല്ലാത്ത പരിപാടി പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ മാത്യൂസിൻ്റെ കഥാപാത്രം കണക്ട് ചെയ്യാം. ഇതിലവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ലോകത്ത് ഒരു സിനിമയിലെ നായകൻ കോണ്ടം കൊടുത്തിട്ട് ജയിൽവാസം അനുഭവിക്കുന്നത്. കോണ്ടം കൊടുത്തതിൻ്റെ പേരിൽ ജയിലിൽ പോയെന്ന നായകൻ. അതാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. മലയാളത്തിലെ സീനിയർ നടനായിട്ടുള്ള മനോജ് ഖേസിയൻ ഈ സിനിമയിലുണ്ട്, ഒരു മജിസ്ട്രേറ്റ് ആയിട്ട്. പുള്ളി ഫുൾ ടൈം ഫുഡ് അടി, ഭാര്യയെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിപ്പിക്കുക, അടിക്കുക, ഇത് തന്നെ പരിപാടി. പിന്നെ ഒരു അരപ്പൈമയുണ്ട്, അതിന് ഫുഡ് കൊടുക്കുക. അങ്ങനെ ഒരു പ്രത്യേകതര കഥാപാത്രം. പിന്നെ ജയിൽ സീനുകൾ പറഞ്ഞാൽ ഭയങ്കര തിഹാർ ജയിൽ പോലത്തെ ജയിലാണ്. ഏതോ LP സ്കൂളെങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ജയിലെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അവിടെ ജോമോൻ ജ്യോതിൻ്റെ വിറപ്പിക്കൽ. പിന്നെ അവിടെ ബാബുരാജുണ്ട്. ബാബുരാജ് മറ്റൊരു സീനിയർ നടൻ. ബാബുരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കക്കൂസിൽ പോവുക. അതായത് വേറെ ആർക്കും കക്കൂസ് പോകാൻ കഴിയില്ല.
മാത്യൂസിന് ഒന്നല്ല മറ്റാർക്കും കക്കൂസ് പോകാൻ കഴിയാത്ത വിധത്തിൽ ഫുൾ ടൈം കക്കൂസിൽ തൂറുക. അപ്പോൾ 2 സീനിയർ നടന്മാരെ കഥാപാത്രങ്ങൾ കൊടുത്തിരിക്കുന്ന നോക്കണേ. ഒരാൾ ഫുൾ ടൈം തിന്നുക, ഒരാൾ ഫുൾ ടൈം തൂറുക. അങ്ങനെ അതാ നമ്മൾ പ്രതീക്ഷിച്ച കഥാനായിക കടന്നു വരുന്നു. അത് ഈച്ചയാണ്. വിശ്വോത്തര സിനിമ സാക്ഷാൽ രാജമൗലിയുടെ ഈഗ നമ്മളെ കണ്ടതാണ്. ഡബ്ബിംഗ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അമേരിക്കയിൽ വരെ ഈ അടുത്ത് US ഈ അടുത്തും വലിയ ഷോസൊക്കെ നടത്തിയ സിനിമയാണ്. ആ സിനിമയുടെ കഥ നിങ്ങൾക്കറിയാം. അതായത് ഈച്ചയുടെ രൂപത്തിൽ വന്ന് പകരം വീട്ടുന്ന കഥാനായകൻ. അപ്പോൾ ഈച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഈ ഫ്ലൈ, ഇത് ഇത്ര ഇറിറ്റേറ്റിംഗ്. കൊതുക് പോലും ഇത്ര ഇറിറ്റേറ്റിംഗ് അല്ല. കൊതുക് ഒന്നാമത്തെ റിഫ്ലക്സ് കുറവായിട്ട് പെട്ടെന്ന് അടിച്ച് കൊല്ലാം. ഈച്ചനെ പിടിക്കാനും കിട്ടൂല, അടിക്കാനും കിട്ടൂല. ഇതുപോലെ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ജീവി പറയില്ല. അപ്പോൾ ആ ഒരു ഇറിറ്റേഷനാണ് ഈ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു കഥാനായിക മണിയനീച്ച, ഈ മണിയനീച്ചയുടെ സീൻസ് കാണുമ്പോൾ മാത്യൂസും മണിയനീച്ചയും മത്സരിച്ച് ഉറപ്പിക്കുക. ഇവരുടെ കോമ്പിനേഷൻ സീൻസ്, മണിയനീച്ചയെ പ്രണയിച്ച കഥാനായകൻ, അതും ജയിലിൽ വെച്ചിട്ട്. എന്നിട്ട് അതിലിപ്പം ഈച്ചയിൽ, അതായത് രാജമൗലിയുടെ ഈച്ചയിൽ ഈഗ സിനിമയ്ക്കകത്ത് വില്ലൻ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമുക്കൊരു എക്സ്പെക്ടേഷൻ കിട്ടും. കാരണം വില്ലൻ ഇറിറ്റേറ്റ് ചെയ്യണം നമുക്കും ആഗ്രഹമുണ്ട്. ഇത് ഈച്ച വന്നിട്ട് കാണുന്നവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികൾ. പിന്നെ ഒരു കാര്യം, ഈച്ചനെ കാണിക്കും മാത്രമാണ് എനിക്ക് 3D പോലെ തോന്നിയത്. ആദ്യമായിട്ടാണ് ഈ ഗ്ലാസ് വെച്ചിട്ട് ഒരു 2D പടം കാണുന്നത്. ഇത് 2D പടം സാധനം. ഞാൻ ഗ്ലാസ് അഴിച്ച് നോക്കി പലവട്ടം, അപ്പോൾ ഒരു വ്യത്യാസമില്ല, ബ്ലറാവുന്നുണ്ട്. അതുകൊണ്ട് ഗ്ലാസ് അഴിച്ച് കാണാൻ പറ്റില്ല, ബ്ലറായതുകൊണ്ട്. ഗ്ലാസ് വെച്ചാൽ ഒരു വ്യത്യാസമില്ല, ക്ലിയറായി കാണാം. ഇത് എന്തിനാണ് പോലും മനസ്സിലായിട്ടില്ല. ഈച്ചനെ ഇടയ്ക്ക് കാണിക്കുമ്പോൾ ഇത് 3D ആണെന്ന് സംശയം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ടൊരു 2D പടം ഫുള്ളായിട്ട് ഗ്ലാസ് വെച്ച് കണ്ടു. ബാബുരാജിൻ്റെ ക്യാരക്ടർ ഫുൾ ടൈം കക്കൂസിലായതുകൊണ്ട് മാത്യൂസിനെ സഹായിക്കുക ഈ ക്യൂട്ട് മണിയനീച്ച നായിക, കക്കൂസിൽ പോകാൻ സഹായിക്കുന്ന ഈച്ച. അതാണ് ജയിലിലുള്ള സീൻസുകളൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ പൊന്നോ. അതിനിടയ്ക്ക് മാത്യൂസ് ഇടയ്ക്ക് മാത്യൂസിൻ്റെ ഫാമിലി വരുമ്പോൾ നീ മമ്മി നീ എന്ന് പറഞ്ഞ് കരയും. പിന്നെ ഇത് ഈ മണിയനീച്ച ക്യൂട്ട്നെസ് ഈച്ച ഫാമിലിയൊക്കെ ഉണ്ടേ. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ കഥയൊക്കെ കഥയാണ്. അതായത് പിന്നെ ഹോട്ടലാണെന്ന് കരുതി ബാബർ ഷോപ്പിൽ കയറി എന്ന് പറയില്ല, അതുപോലെ കൊതുകിനെ അടിക്കുന്ന ബാറ്റിൽ കയറിയിട്ട് മരിച്ചുപോയ ഫാമിലി, ദുരന്തം ഫാമിലി. ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. ഇതിങ്ങനെ പോവാണ് പരിപാടി. ഇതിങ്ങനെ ജയിലിലുള്ള സീനുകൾ, അത് ഇങ്ങനെ. പിന്നെ ബാബുരാജിൻ്റെ കക്കൂസ് പോക്ക്, ഇടയ്ക്ക് മനോജ് കെ ഫുഡ് അടിക്കുന്നത് കാണിക്കുന്നു. ഇതിങ്ങനെ പിന്നെ ഇടയ്ക്ക് ഒരു കൂടെ പാട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പൊന്നെ. മാത്യൂസ് ഒട്ടും ഓവറല്ല എന്ന് കാണിക്കാൻ, കഥാപാത്രം ഒട്ടും ഓവറല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കാറുകയും അടിക്കുകയും കൂട്ടുകാരൻ്റെ തലയിൽ ജ്യൂസ് എടുത്ത് ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതോ ഒരു പ്രായമുള്ള ഒരാളെ അടിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, കാലേ കിങ്സൻ്റെ ഫൈറ്റ് പരിപാടി. ഇങ്ങനെയൊക്കെ സിനിമ അവസാനിക്കുന്ന. കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. ഈ സിനിമ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റീലോഡിന് ഞാൻ കൊടുത്താൽ മതി. അത്രയ്ക്ക് പണിയാനുള്ള പരിപാടി ഇവർ 2 മണിക്കൂർ കൊണ്ട് ഇതൊരു ഫുൾ ടൈം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരൊറ്റ സീന് പോലും സഹിക്കാൻ പറ്റാത്ത ആസഹനീയ ടോർച്ചർ. അതാണ്. അങ്ങനെ ജയിലിൽ കക്കൂസ് നോക്കിയിരിക്കുന്ന ക്യൂട്ട്നെസ് മണിയനീച്ചയുടെയും പുറത്ത് പുല്ല് വെട്ടി നടക്കുന്ന ഡോണി മാത്യു തോമസിൻ്റെയും ഒരു പ്രണയകഥ, ഒരു വിരഹകഥ. വാട്ട് എ ഫിനോമിനൽ സിറ്റുവേഷൻ. ഈ സിനിമയിൽ അവസാനം കോടതിയെ കാണിക്കുന്നുണ്ട്. ഏതോ +2 ക്ലാസ് റൂമാണ്, കണ്ടറിയാം. അരുൺ പ്രദീപ് ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീധരവിയും ബാബുരാജും കൂടെ ഇങ്ങനെ നടുക്ക് നിൽക്കും ജയിലിനകത്ത്. അപ്പം ഗുണ്ടകളിങ്ങനെ തിരുവാതിരക്കളി, അതായത് ഇവർ കുത്തുവിളക്ക് വെച്ച പോലെ ഇവർ നടുക്ക്, എന്നിട്ട് തിരുവാതിരക്കളി ഗുണ്ടകൾ. ഇങ്ങനെയൊക്കെയുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. ഡോണി ലവ്ലി ഡോണി. ഇതിൻ്റെ അവസാനം എഴുതി കാണിക്കുക പറയുന്നതാണ്, മറന്നുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. കാര്യം പിടുത്തം കിട്ടിയല്ലോ. ഒരു 2ാം ഭാഗത്തുള്ള വിളിയല്ലേ കേളപ്പെട്ട. ക്യൂട്ട്നെസ് മണിയനീച്ചയ്ക്ക് സൗണ്ട് കൊടുത്തുള്ളത് ശിവാംഗി, പാവം കൊച്ച് ഗായിക. അതുപോലെ ഈ ശ്യാം പുഷ്കർ, ആഷിക് കപൂർ സ്കൂളിലെ, ദിലീഷ് പോത്തൻ സ്കൂളിലെ മുഖ്യ നടി ഉണ്ണിമായ പ്രസാദാണെന്ന് തോന്നുന്നു ഈച്ചയായിട്ട്, നമ്മുടെ മണിയനീച്ച, ക്യൂട്ട് മണിയനീച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്.